ഹേ നക്കാമാസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം അർബൻ എർത്ത് തിരിച്ചിരിക്കുകയാണ്. വൺ പീസ് എന്ന ആനിമയോടുള്ള എൻ്റെ ഡിവോഷൻ വൺ പീസ് എന്ന ആനിമയുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. പ്രധാനമായും ലൂഫിയുടെ കഥ. ലെറ്റ്സ് ബിഗിൻ ഇൻ സീറോ. ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റായിട്ടുള്ള എച്ചിറോ ഓഡ ജീവൻ നൽകിയ ആനിമയാണ് വൺ പീസ്. 1997 മാംഗയിലൂടെ തുടക്കമിട്ടും പിന്നീട് ടോയ് ആനിമേഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് 99 TV പ്രേക്ഷകരുടെ മുന്നിലെത്തുകയും ചെയ്തു. ബട്ട് ചോദ്യം അതല്ല, വൈ വൺ പീസ്? വേൾഡ് ബിൽഡിംഗ് കൊണ്ടും കഥ പറയുന്ന രീതി കൊണ്ടും കോംപ്ലക്സ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും അവരുടെ ബാക്ക് സ്റ്റോറിയും നമ്മളെ കൂടുതൽ ആകർഷിപ്പിക്കുന്നു. അതിനുപരിയായി സമൂഹത്തിനിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന അനീതികളെ ഇതിൽ പറിച്ചു നട്ടിട്ടുമുണ്ട്. ഓഡ നിർമ്മിച്ച ഈ പൈറേറ്റ് ലോകത്തിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലൂഫിയാണ്, സ്ട്രോ ഹാറ്റ് ക്രൂവിൻ്റെ ക്യാപ്റ്റൻ. പൈറേറ്റ് കിങ് ആവണമെന്ന ആഗ്രഹം സഫലമാക്കാൻ വൺ പീസ് എന്ന ട്രഷറിന് വേണ്ടിയുള്ള സ്ട്രോ ഹാറ്റ് ക്രൂവിൻ്റെ അഡ്വഞ്ചേഴ്സ് ആണ് വൺ പീസ് ആനിമേ. ലെറ്റ് മീ ബ്രേക്ക് ദ ഇൻട്രോ ആൻഡ് ലെറ്റ്സ് ഡൈവ്. ലോകത്തിലെ രാജ്യങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കിയതാണ് വേൾഡ് ഗവൺമെൻറ്. അതിൻ്റെ കീഴിൽ വരുന്ന മറീൻസ് പ്രധാന നിയമപാലകരാണെന്ന് പറയാം. അവർക്കെതിരെ നിൽക്കുന്നതോ പൈറേറ്റുകളും. പൈറേറ്റുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പൈറേറ്റ് കിങ് എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് ഗോൾഡി റോജർ, ദ ലെജൻഡറി പൈറേറ്റ്, റോജർ പൈറേറ്റ്സിന്റെ ക്യാപ്റ്റൻ. മറീൻസിന് ഇവർ ഒരു പേടി സ്വപ്നമായിരുന്നു. വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ബൗണ്ടി ഉണ്ടായിരുന്ന റോജറിന് ഒരു രോഗം ബാധിക്കുന്നു. സുഖപ്പെടുത്താനാവാത്ത രോഗത്തിന് കീഴടങ്ങാതെ അയാളുടെ അവസാന നിമിഷം ആരും എത്തിപ്പെടാത്ത ലോഫ്റ്റൈൽ എന്ന ദ്വീപിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ വെച്ച് വൺ പീസ് എന്ന നിധി കരസ്ഥമാക്കുകയും ചെയ്തു. തൻ്റെ സ്വപ്നം അവിടെ സാക്ഷാത്കരിച്ചു. സ്വന്തം ക്രൂവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി റോജർ പൈറേറ്റ് ഡിസ്ബാൻഡ് ചെയ്തു. പിന്നീട് മറീനു റോജർ കീഴടങ്ങി. അവൻ ജീവിതത്തിൽ നേടേണ്ടതെല്ലാം ആ നിമിഷം നേടിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേടി അവന് പിറക്കാനിരിക്കുന്ന കുഞ്ഞാണ്. അവനറിയാം അവൻ്റെ നക്കാമയെയും സ്നേഹിക്കുന്നവരെയും തേടി പിടിച്ച് മറീൻസ് കൊലപ്പെടുത്തുമെന്ന്. അവൻ ഗാർപ്പിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. മറീനിൽ വൈസ് അഡ്മിറലായിട്ടുള്ള റോജറിനെ കട്ടക്കെതിരെ നിൽക്കുന്ന റൈവൽസ് എന്നൊക്കെ പറയാവുന്ന പവർഫുൾ ആയിട്ടുള്ള ഗാർപ്പ് ശത്രുവാണെങ്കിലും അവനെ നല്ലപോലെ അറിയാം. ആ വിശ്വാസത്തിൽ റോജർ അവൻ്റെ കാമുകിയെയും കുഞ്ഞിനെയും പറ്റി പറഞ്ഞു. ഗാർപ്പ്, എത്രയോ തവണ നമ്മൾ പരസ്പരം കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം നീ ഒരു ഓണറബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. നിന്നെ വിശ്വസിക്കാം. എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കുഞ്ഞ് അനുഭവിക്കാൻ പാടില്ല. നീ അവനെ സംരക്ഷിക്കണം. എനിക്കുറപ്പുണ്ട് നീ അത് ചെയ്യുമെന്ന്. ഗാർപ്പ് മനസ്സില്ലാ മനസ്സോടെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അവനെ തൂക്കിലേറ്റുന്ന ദിവസം വന്നു. 10,000 ആളുകളുടെ മുന്നിൽ വെച്ച് കൈ ബന്ധിച്ചുകൊണ്ട് ഉയർന്ന പ്രതലത്തിലേക്ക് നടന്നു കയറുകയാണ്. ടോപ്പിൽ 2 എക്സിക്യൂഷണേഴ്സ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ വിധിയായി വൺ പീസ് ഗ്രാൻഡ്ലൈനിലല്ലേ ഉള്ളത്? ചിരിച്ചുകൊണ്ട് പൈറേറ്റ് കിങ് മറുപടി പറഞ്ഞു. എന്റെ നിധിയല്ലേ വേണ്ടത്? എല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടുപിടിക്കും. ആ നിമിഷം തന്നെ അടുത്തു നിന്നിരുന്ന സോൾജേഴ്സ് ഗോൾഡി റോജറിനെ വധിക്കുകയും ചെയ്തു. മരണത്തിന്റെ നിഴലിൽ നിന്നിരുന്ന ഗോൾഡി റോജറിന്റെ അവസാന വാക്കുകൾ ഒരു പൈറേറ്റ് ഇറക്കി കാരണമായി. ആളുകൾ സ്വപ്നങ്ങൾക്ക് പുറകെ കപ്പലുമായി ഗ്രാൻഡ് ലൈനിലേക്ക് യാത്ര തുടങ്ങി. റോജറിന്റെ മരണശേഷം ക്രൂവിനെയും ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ മറീൻസ് ഓർഡർ നൽകി. പൈറേറ്റ് കിങ്ങിന്റെ ലെഗസി പിന്തുടർന്നാൽ അത് വേൾഡ് ഗവൺമെന്റിന് ഒരു ത്രെട്ടാവുമെന്ന് അവർ കരുതിയിരുന്നു. റോജറിനെ അവസാനം കണ്ടിട്ടുള്ള ദ്വീപുകളിൽ അന്വേഷണം ഊർജിതമാക്കി. അവരുടെ അന്വേഷണം സൗത്ത് ബ്ലൂവിലെ കൊച്ചു ദ്വീപായ ബാറ്ററിയിലയിൽ എത്തിച്ചു. അവിടെ റോജർ എപ്പോഴും വരുമായിരുന്നു. ആ ദ്വീപിലെത്തുമ്പോൾ ഒരു കാമുകൻ എന്ന രീതിയിലാണ് അയാൾ പെരുമാറിയിരുന്നതെന്ന് അവിടുത്തെ നിവാസികൾ മറീൻസിനെ ധരിപ്പിച്ചു. ഗോൾഡി റോജറിന് കുഞ്ഞുണ്ടെന്ന സാധ്യത തള്ളിക്കളയാനായില്ല. അവർ ഗർഭിണിയായ സ്ത്രീകളെ ചോദ്യം ചെയ്തു. സംശയാസ്പദമായ സ്ത്രീകളെ കൊലപ്പെടുത്തുകയും ചെയ്തു. 9 മാസം ഗർഭിണിയായിരുന്ന അവൾ ആർക്കും പിടികൊടുക്കാതെ ആ ദ്വീപിൽ ജീവിച്ചു. പോർട്ടുഗാസ് ജി റൂച്ച് എന്നായിരുന്നു അവളുടെ പേര്. റോജർ ജയിലിൽ പോയിട്ട് 10 മാസം കഴിഞ്ഞു. ഇനി തിരച്ചിലിന്റെ ആവശ്യകത ഇല്ല എന്ന് കരുതി അവർ തിരിച്ച് ബേസിലേക്ക് യാത്രയായി. കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവളുടെ വിൽപവർ കൊണ്ട് മാത്രം 20 മാസം വയറ്റിൽ ചുമന്നു. മറീൻസ് ദ്വീപിൽ നിന്ന് പൂർണ്ണമായി പോയെന്ന വിശ്വാസത്തോടെ അവൾ പ്രസവിച്ചു.
അന്നേ ദിവസം ഗാർപ്പ് അവളെ കാണാനെത്തിയിരുന്നു. പൈറേറ്റ് കിങ്ങിന് കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ. ആൺകുഞ്ഞാണ് ജനിച്ചത്. അവൾ കുഞ്ഞിന് പേരിട്ടു ഗോൾഡി. അവൾ മരണത്തിനിരയായി. അച്ഛനും അമ്മയും ഇല്ലാത്ത ആ കുഞ്ഞിനെയും ഗാർപ്പ് ദത്തെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു. ഫൂഷ വില്ലേജ് എന്ന ഗ്രാമത്തിലേക്ക് എപ്പോഴും റെഡ് ഹെയർ പൈറേറ്റ്സ് വരുമായിരുന്നു. അവിടെ മാസങ്ങൾ ചിലവിടുമായിരുന്നു. അവർ അവിടെ വെച്ചാണ് നമ്മുടെ നായകനായിട്ടുള്ള ലുഫിയെ കാണുന്നത്. വളരെ ഗൂഫി ആയിട്ടുള്ള പിടിവാശിക്കാരനായ ഒരു കുട്ടി. പൈറേറ്റ്സുമായി ലുഫി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. അവനെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാണുള്ളത്? അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു മറീൻ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അവനൊരു മറീനാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും. പക്ഷെ അവനോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. റെഡ് ഹെയർ പൈറേറ്റ്സിൻ്റെ ക്യാപ്റ്റനായ ഷാങ്സിനെ പരിചയപ്പെട്ടതിന് ശേഷം 7 വയസ്സുകാരൻ ഒരു തീരുമാനമെടുത്തു. ഒരു പ്രതിബദ്ധതയുമില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഏറ്റവും നല്ലത് പൈറേറ്റ്സ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവനും റെഡ് ഹെയർ പൈറേറ്റ്സിൻ്റെ ഒരു അംഗമാകണം. ഫ്രീ ആയി ജീവിക്കണം, ലോകം കാണണം. കൊച്ചുകുട്ടിയായ ഇവൻ്റെ ആഗ്രഹം എങ്ങനെയാണ് അവർ സാധിച്ചു കൊടുക്കുക? ക്യാപ്റ്റൻ്റെ പുറകെ നടന്ന് അവൻ്റെ ധൈര്യം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, അവനൊരു കുഞ്ഞല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു കത്തിയുമായി അവരുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൻ്റെ ഇടത്തെ കണ്ണിൻ്റെ താഴെ സ്വയം കുത്തി മുറിവേൽപ്പിച്ചു. സന്തോഷത്തോടെയും സമാധാനത്തോടെയും പാർട്ടി ബാറിലിരുന്ന് മദ്യപിച്ച് സമയം ചിലവഴിക്കുന്നത് റെഡ് ഹെയർ പൈറേറ്റ്സിൻ്റെ പതിവായിരുന്നു. അവിടേക്കും ലുഫി ഷാങ്സിനെ കാണാനെത്തും. അവരുടെ കൂട്ടത്തിൽ ചേർക്കണമെന്ന് ക്യാപ്റ്റനോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഒരു ദിവസം പാർട്ടി ബാറിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് മൗണ്ടൻ ബാൻഡിറ്റ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹിഗുമയും അവൻ്റെ കൂട്ടാളികളും അകത്തോട്ട് പ്രവേശിച്ചു. എല്ലാവരും അവനെ ഉറ്റുനോക്കി. ബാർട്ടൻഡറായിട്ടുള്ള മക്കീനോയോട് അവൻ 20 ബാരൽ മദ്യം ആവശ്യപ്പെട്ടു. ഉണ്ടായ മദ്യമെല്ലാം തീർന്നു എന്ന് വിനയത്തോടു കൂടി അവൾ പറഞ്ഞു. ബാറിലിരിക്കുന്ന പൈറേറ്റുകളെ നോക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു, അപ്പൊ അവര് പൊടിക്കുന്നത് പച്ചവളാണോ? ഞങ്ങളാണ് മദ്യം കുടിച്ച് പറ്റിച്ചത്. ഒരു ബോട്ടിൽ ഞാൻ തുറന്നിട്ടില്ല. വേണമെങ്കിൽ ഇത് നിങ്ങളെടുത്തോ. തുറക്കാത്ത ആ കുപ്പി അവന് നീട്ടിവെച്ചുകൊണ്ട് ഷാങ്സ് പറഞ്ഞു. ദേഷ്യത്തോടെ ഹിഗുമ ആ കുപ്പി ഇടിച്ചു പൊട്ടിച്ചു. മദ്യം മുഴുവനായും ഷാങ്സിന്റെ ശരീരത്തിലേക്ക് ഒലിച്ചിറങ്ങി. നിനക്കറിയോ എനിക്ക് ഏറ്റവും വേഗമുണ്ടെന്ന്? ഈ കുപ്പി എനിക്കൊന്നുമില്ല. നീ എന്നെ കളിയാക്കല്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഷാങ്സ് ആണെങ്കിലോ ശാന്തതയോടെ പൊട്ടിയ കുപ്പി പറക്കിയെടുക്കുവാൻ തുടങ്ങി. ഇത് കണ്ടുവന്ന ബാൻഡിറ്റ്സിന്റെ വാളെടുത്ത് അടുത്ത കുപ്പിയിലേക്ക് വീശി. അവനോടും ഇത് വൃത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കണ്ട് ഷാങ്സിന്റെ കൂട്ടാളികളെല്ലാം ചിരി തുടങ്ങി. ഈ പ്രശ്നത്തെ അവർ നിസ്സാരവൽക്കരിച്ചു. ചിരി കേട്ടു നിന്ന ലുഫിക്ക് ഇത് സഹിക്കാനായില്ല. സത്യത്തിൽ ലുഫിക്ക് ഷാങ്സ് ഒരു മെൻഡറായിരുന്നു. ഇത്രത്തോളം ബഹുമാനിച്ചിരുന്നു. അങ്ങനെയുള്ള ആൾ മദ്യത്തിൽ കുളിച്ചിരുന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ ചിരിച്ചു നിൽക്കുമ്പോൾ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ മദ്യം വീണത് കൊണ്ട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അത് വിട്ടുകളയാനേ ഉള്ളൂ. ഷാങ്സ് ലുഫിയെ പറഞ്ഞ് മനസ്സിലാക്കി. ഷാങ്സ് ബോക്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ഫ്രൂട്ടിലേക്ക് ലുഫിയുടെ ശ്രദ്ധ മാറി. അവൻ ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. അവൻ കഴിച്ചത് ഒരു ഡെവിൾ ഫ്രൂട്ടാണ്. കഴിക്കുന്ന ആളിന് അമാനുഷിക ശക്തി ലഭിക്കുകയും അതോടൊപ്പം തന്നെ നീന്താനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. ഡെവിൾ ഫ്രൂട്ട്സ് 3 തരത്തിലാണുള്ളത്: പരമേസിയ, സോയാൻ ആൻഡ് ലോജിയ എന്നിങ്ങനെ. പരമേസിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആണ് അവൻ കഴിച്ചത്. റബ്ബറിന്റെ സമാനമായ സ്വഭാവം കാണിക്കുന്ന ഗൊമു ഗൊമു നോമി അഥവാ ഗും ഗും ഫ്രൂട്ട്. അങ്ങനെ ലുഫിയും പവർ ഹോൾഡറായി. മൗണ്ടൻ ബാൻഡിറ്റ്സ് മദ്യപിക്കാൻ അവിടെ പിന്നെയും എത്തി. ഇപ്രാവശ്യം ഷാങ്സ് ഉണ്ടായിരുന്നില്ല. അവർ റെഡ് ഹെയർ പൈറേറ്റ്സിനെ കളിയാക്കി സംസാരിച്ചു തുടങ്ങി. ഇത് കേട്ട ലുഫിക്ക് സഹിച്ചില്ല. അവർ കളിയാക്കുന്നത് നിർത്താനും ഷാങ്സിനോട് ക്ഷമ ചോദിക്കാനും അവൻ ആവശ്യപ്പെട്ടു. പ്രായം പോലും നോക്കാതെ അവർ അവനെ ഇടിച്ചു. അവിടേക്ക് നമ്മുടെ ഷാങ്സും കൂട്ടാളികളെത്തി. ഷാങ്സ് പയ്യെ അവരുടെ അടുത്തേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന മൗണ്ടൻ ബാൻഡിറ്റ്സിൽ ഒരാൾ ഷാങ്സിന്റെ തലയിലേക്ക് തോക്ക് ചൂണ്ടി. പിസ്റ്റൾ ആളുകളെ പേടിപ്പിക്കാനുള്ളതല്ല, പകരം അത് ആക്ഷന് വേണ്ടിയുള്ളതാണ്. ഷാങ്സ് പറഞ്ഞു നിർത്തിയ അതേ നിമിഷം ലക്കി റൂമിന്റെ തോക്കിന്റെ വെടിയാൽ ബാൻഡിറ്റ്സ് താഴേക്ക് വീണു. ശരീരത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ മദ്യം വീണാൽ ഞാനത് ചിരിച്ചു കളയും. പക്ഷേ എന്ത് കാരണമായാലും എന്റെ സുഹൃത്തിനെ ഹർട്ട് ചെയ്താൽ അത് ഞാൻ കണ്ടു നിൽക്കില്ല, ഷാങ്സ് പറഞ്ഞു. ഫൈറ്റിനിടയിൽ ഓരോ ബാൻഡിറ്റ്സും താഴേക്ക് വീഴാൻ തുടങ്ങി. ഹിഗുമയും ഒന്ന് പതറി. ഒരു പുകമയം സൃഷ്ടിച്ചുകൊണ്ട് അവൻ ലൂഫിയുമായി വഞ്ചിയിൽ രക്ഷപ്പെട്ടു. നീന്താനാവാത്ത ലൂഫിയെ അവൻ കടലിലേക്ക് എറിഞ്ഞു. അതേ നിമിഷം വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ബാൻഡിറ്റിന്റെ അടുത്തേക്ക് ജയന്റ് ആയിട്ടുള്ള സീ മോൺസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും അവനെ വിഴുങ്ങുകയും ചെയ്തു. അടുത്ത ഇര ലുഫിയാണ്. അവന് നീന്താൻ കഴിയാതെ വെള്ളത്തിൽ കൈകാലിട്ടടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ മോൺസ്റ്റർ അടുത്തേക്ക് എത്തി. വായ് തുറന്ന് കടിച്ചു.
ലുഫി പയ്യെ കണ്ണു തുറന്നു നോക്കി. അരികിൽ ഷാങ്ക്സ് നിൽക്കുന്നു. ഷാങ്ക്സ് ഹാക്കി ഉപയോഗിച്ച് അതിനെ വിരട്ടി ഓടിച്ചു. മക്കീരോ എല്ലാം എന്നോട് പറഞ്ഞു. നീ ഞങ്ങൾക്ക് വേണ്ടിയല്ല അവരുമായിട്ട് വഴക്കുണ്ടാക്കിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലുഫിയെ നോക്കി അവൻ പറഞ്ഞു. അവൻ കാരണം ഷാങ്ക്സിന്റെ കൈ നഷ്ടമായിരിക്കുന്നു. റെഡ് ഹെയർ പൈറേറ്റ്സിന് ഫ്യൂഷ വില്ലേജിൽ നിന്ന് പോകാൻ സമയമായി. തമ്മിലുള്ള യാത്ര പറച്ചിലിനിടയിൽ ലുഫി ഷാങ്ക്സിനോട് പറഞ്ഞു, നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഞാനും ഒരു പൈറേറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യും. എന്നിട്ട് ഗ്രേറ്റസ്റ്റ് ട്രഷർ കണ്ടെത്തി പൈറേറ്റ് കിങ് ആവും. ഷാങ്ക്സ് അവന് സ്ട്രോ ഹാറ്റ് ലുഫിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ സ്ട്രോ ഹാറ്റ് എനിക്ക് ഇത്രയും പ്രിയപ്പെട്ടതാണ്. ഈ ഒരു മഹത്തായ പൈറേറ്റ് ആവുന്ന ദിവസം എനിക്ക് ഈ സ്ട്രോ ഹാറ്റ് തിരിച്ചു വേണം. ഇത് നമ്മൾ തമ്മിലുള്ള വാക്കാണ്, അത് മറക്കരുത് ലുഫി. അവരുടെ കപ്പൽ കടലിലേക്ക് പയ്യെ നീങ്ങി തുടങ്ങി. ലുഫിക്ക് 17 വയസ്സായി. ചെറിയ വഞ്ചിയുമായി സ്വപ്നങ്ങൾക്ക് പുറകെ പോകുവാൻ പ്രേരിപ്പിക്കുന്ന കഥ ഇവിടെ തുടങ്ങുകയാണ്. Hope you guys like the video and see you next time.